ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് അയർലാൻഡിലെ സ്ലൈഗോയിലുള്ള ഡൺമോറ സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. ഈ പോണ വഴിയിൽ കണ്ടോ, ഇവിടെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലേഡീസ് സ്പ്രേ എന്ന് പറഞ്ഞിട്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ വഴിയാണ് കേട്ടോ, കുഞ്ഞ വഴിയാണ് പോണത്. അങ്ങനെ നമ്മളിത് ഓൾമോസ്റ്റ് എത്തിട്ടോ. ഇതാണ് ആ ബീച്ച്. ഇത് നോക്കിയപ്പോ റോഡ് സൈഡിലൊക്കെ വണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് മനസ്സിലാവുണ്ടായില്ല. അടുത്തേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ പാർക്കിംഗ് ഫുള്ളായിട്ട് ആൾക്കാര് റോഡിന്റെ സൈഡിലൊക്കെ വണ്ടി ഇട്ടിട്ട് ബീച്ചിലേക്ക് വന്നേക്കുന്നതാണ്. അങ്ങനെ നമ്മള് ബീച്ചിന്റെ ഉള്ളിലൊക്കെ കയറിയപ്പോ നിറച്ച ആൾക്കാരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്ര അധികം ആൾക്കാർ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല ബീച്ചില്. അങ്ങനെ നമ്മള് നടക്കാണ്. കുറെ പേരുണ്ട് കേട്ടോ. അപ്പൊ ഇവര് ഓൾറെഡി നല്ല വെതറാണ്, നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് കുറെ പേരുണ്ടായിരുന്നു ബീച്ചിൽ വെള്ളത്തിൽ കളിക്കാനും അങ്ങനെ അവിടെ ഇങ്ങനെ ഇതാക്കാനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കാണ്. കുറെ ദൂരം ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു മലയില്ലേ, അത് ബെൻബുൾബൻ ആണ് കേട്ടോ. ഓൾറെഡി അതും നമ്മള് പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കയറി കണ്ടോ കാട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ കുറെ നേരം തിരയൊക്കെ എണ്ണി ഇരുന്നിട്ടോ. കുറെ നേരം തിരയൊക്കെ എണ്ണി ഇരുന്നതിന് ശേഷം ഒരു നിഗൂഢമായ ചർച്ചയ്ക്ക് ശേഷം ഇവർ വെള്ളത്തിലിറങ്ങാൻ തീരുമാനിച്ചു കഴിച്ചു. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. നമ്മള് വെള്ളത്തിലിറങ്ങിയപ്പോ ഇവര് ഇറങ്ങി പോണ കണ്ടപ്പോ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഇറങ്ങി. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര വെയിലാ, ചൂടാണ്. പക്ഷെ വെള്ളം ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ അപേക്ഷിച്ച് തണുപ്പില്ലെങ്കിലും തണുപ്പാണ്. കുറച്ചേരം നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഐസ് വെള്ളത്തിൽ നിന്ന പോലെ ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിച്ചത് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. നല്ല തെളിഞ്ഞ നല്ല ഭംഗിയുള്ള വെള്ളം. അപ്പുറ സൈഡിൽ കുറെ പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അതുപോലെ ഫുള്ള് ഡോഗ്സ് ആയിരുന്നു. കുറെ ഡോഗ്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ആസ്വദിച്ച് ചാടിത്തുള്ളി നടക്കണ്ടായിരുന്നു കേട്ടോ ബീച്ചില്. അങ്ങനെ നമ്മളിത് അങ്ങേ അറ്റത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങേ അറ്റം വരെ ഉണ്ട്. കുറെ പേര് ഇങ്ങനെ ടെന്റൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു സൈഡില് മണ്ണ് സാൻഡ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് വെള്ളം ഇങ്ങനെ കിടന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അമ്മാമ്മ ഗൈസ്, നല്ല ഈസി ഉണ്ട്. പക്ഷെ അവര് ഓടാൻ വന്നിരിക്കണം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര പ്രയോറിറ്റി ആണ്. എന്നും കുറെ നേരം നടക്കലും ഓടലൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പൊ നല്ല വെതർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവര് നടക്കുമല്ലോ. അങ്ങനെ അപ്പൊ നമ്മള് കണ്ടോ, അവിടെ കുറച്ച് വെള്ളം ഉണ്ട്. അപ്പൊ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ നോക്കിയപ്പോ ഇപ്പുറത്ത് കൂടെ ഒരു വഴി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് ആ വഴി കൂടെ കേറി പോവാണ് കേട്ടോ. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ എന്താ പറയാ, ആ വെള്ളത്തിന്റെ ആ ഒരു ഇതാണ് അങ്ങോട്ട് പോണത്. ഈ ഒരു കനാലാണ് ആ ബീച്ചിലേക്ക് ഒഴുകി പോണ കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു കേട്ടോ. അപ്പൊ നമ്മൾ അപ്പുറത്തു നിന്നാണ് വന്നത്. അങ്ങനെ ഇപ്പുറത്തേക്ക് കടന്നു. അപ്പൊ എന്തോ കടലിൽ എന്തോ കളിക്കുന്നുണ്ട്. എന്തോ ഒരു കിളി, അറിഞ്ഞൂടെ എന്താന്ന്.
അങ്ങനെ ദേ കണ്ടോ, ഇതാണ് ട്ടോ ആ വെള്ളം. നമ്മൾ അങ്ങേ അറ്റത്ത് നോക്കുമ്പോ ഇത് നമുക്ക് ഒരു നേരം നമുക്ക് കടല് മുറിച്ച് കിടക്കാനുള്ളൊരു വഴി പോലെ നമുക്ക് തോന്നും ട്ടോ അപ്പുറത്തുനിന്ന് കാണുമ്പോ. പക്ഷെ അടുത്ത് വന്നപ്പോ അങ്ങനെയല്ല. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് കല്ലും സാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് എന്താ പറയാ, കണ്ട വീണ്ടും വെള്ളം, അതിനുശേഷം വീണ്ടും എന്താ പറയാ മണ്ണ്. അങ്ങനെയാണ് നമ്മൾ അകലെന്ന് കാണുമ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് അങ്ങോട്ട് നടക്കാനുള്ള വഴി പോലെയാണ്. പക്ഷെ അല്ല ഗൈസ്. അപ്പൊ പിന്നെ അതേ കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് ഉച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്ലുമൊക്കെ നിറച്ച് ഒട്ടിപ്പിടിച്ചു. പിന്നെ കുറെ പായലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിത് കൊറേ നല്ല എന്താ പറയാ ആസ്വദിച്ച് ഈ ഒരു സമയം ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ പോയി തുടങ്ങിട്ടോ. ഒരു 6 മണി 6:30 ഒക്കെ ആയിണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോണ വഴിക്ക് ഇതേ കല്ലടക്കി വെച്ചാൽ ആഗ്രഹം നടക്കും പറഞ്ഞിട്ട് കല്ലടക്കാൻ വേണ്ടി പോകണ്ടിട്ടോ ഒരാള്. അങ്ങനെ നമ്മളിത് കുറെ പേര് കല്ലൊക്കെ അങ്ങനെ കെട്ടിക്ക് അടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോ എന്താ പറയാ, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളുടെ വീഡിയോ ആയിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.